ഇന്നിപ്പോൾ കോഴിക്കുട്ടികളെ ഒരു വീഡിയോ കേട്ടോ. നമ്മൾ കോഴിക്കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു തീറ്റയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. പിന്നെ ഈ അമ്മക്കോനി മക്കളെയും ഞാൻ വൈകുന്നേരം പുറത്ത് വിടണം കേട്ടോ. അപ്പോൾ ഇവർക്കിപ്പോൾ അത് ആ വാഴൻ്റെ ഇല മുറിച്ചിട്ട് കൊടുത്താണ്. നമുക്ക് മുരിങ്ങേൻ്റെ ഇല ഇവിടെ ഇല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ തിന്നുന്ന ചെറിയ ടൈപ്പ് പുല്ലുണ്ട്, അതൊന്നും ഇവിടെ കിട്ടാനില്ല. അപ്പോൾ ഞാൻ ഇവിടെ കിട്ടുന്ന വാഴൻ്റെ ഇല, അപ്പോൾ വാഴൻ്റെ തളിരെല്ലാം അങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക. വൈകുന്നേരമൊക്കെ ഞാൻ നോക്കിയിട്ടാണ് ഇവരെ ഇങ്ങനെ വിടലുള്ളത് കേട്ടോ. ഇങ്ങനെ വിട്ടാലേ വേഗം വളരുള്ളൂ. പിന്നെ നമ്മളെ ചാരക്കോയിനും മക്കളെയും വാങ്ങിയത് കോഴിക്കോടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു കോയിനെ വാങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളെ വീഡിയോസ് തുടക്കം തൊട്ടേ കാണലുള്ളതാണ്, നിങ്ങൾ വളർത്തുന്ന പോലെയാണ് നമ്മളും കോഴി വളർത്തുന്നത്, നിങ്ങളെ കോഴിക്കുഞ്ഞ് പരിപാലനം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. ഒരുക്കുള്ള എല്ലാ കോഴിക്കുട്ടിയും വലുതായി കിട്ടി. 10 എണ്ണമുള്ളതിൽ 6 എണ്ണം വലുതായാൽ ഒരു സെയിലാക്കി, ബാക്കി 4 എണ്ണം അവിടെ ഉണ്ട് പാരന്റ് സ്റ്റോക്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തീറ്റ ഇതാട്ടോ, തക്കാളി മുറിച്ചിട്ടതും വലിയുള്ളി ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്താട്ടോ. തക്കാളി ഇങ്ങനെ വലുതാക്കി മുറിച്ചിട്ട് എന്താ വെച്ചാൽ ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് നോക്കിയപ്പോൾ വലിയ തിന്നണില്ല. ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ നടുവത്തെ ആരൊക്കെ കൊത്തി തിന്നു. അപ്പോൾ ഭയങ്കര ചൂടാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. അപ്പം ഇങ്ങനെ ഒരു തീറ്റ കൊടുത്താലൊക്കെ നല്ല ആശ്വാസം ഉണ്ടാവും അറ്റിങ്ങൾക്ക്. പിന്നെ അതുമല്ല ഇങ്ങനെ ഈ വെല്ലുള്ളി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുത്താൽ തൂക്കം വരില്ല കേട്ടോ. കോഴിക്കുട്ടികൾക്ക് നല്ല പ്രതിരോധ ശക്തിയൊക്കെ കിട്ടും. ഇത് നമ്മളെ ലൈനേജ് കുട്ടികളെ സെറ്റാട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അല്ലെ പ്യുവർ ലൈനേജാന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് നമ്മൾ കോഴിക്കോട് മാവൂരിന്ന് എടുത്ത കുട്ടികളാണിത്. അപ്പം നോക്കിയപ്പോൾ വലുതായി നോക്കിയപ്പോൾ ലൈനേജിൽ പുള്ളിയൊക്കെ ഉണ്ട്, പാറ്റേണൊക്കെ ഒന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ വാങ്ങിയ ആളും പറഞ്ഞ് അവിടെയും ലൈനേജ് പുള്ളിയുള്ള ഉണ്ട്, ചിലപ്പോൾ ലൈനേജ് പുള്ളി വരുന്ന ടൈപ്പ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അമ്മക്കോയാണെങ്കിൽ നല്ലൊരു പ്യുവർ ലൈനേജ് ആണ്, ലൈറ്റ് ബ്രൗൺ കളറ്. അപ്പോൾ അതിനെ നമ്മൾ ഒരാളിങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നപ്പോൾ അതിനെ കൊടുത്ത്. അപ്പോൾ നമുക്ക് ഇനി മക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത്. ഇവരാണെങ്കിൽ കോഴിക്കോടിൻ്റെ ഏറ്റവും മുകളിലെ കള്ളിയിലാണ്. അപ്പോൾ ഭയങ്കര ചൂടും വെയിലും അല്ലേ. വൈകുന്നേരം ഒന്ന് വിടലുണ്ട് എല്ലാവരും. എന്നാലും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ തീറ്റ കൊടുത്താൽ ചൂടിനൊരാശ്വാസം ഉണ്ടാവും. പിന്നെ അതുപോലെ ഇവരെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഇടയ്ക്ക് ഞാൻ തൈരും കലക്കി കൊടുക്കലുണ്ട് കേട്ടോ. തൈര് കൊടുത്താലും ചൂട് നല്ലോണം കുറയും. വല്ലാതെ ചൂട് അധികമാകുമ്പോഴൊക്കെയാണ് ക്ഷീണം വന്നിട്ട് തൂക്കം വരിക. അപ്പം നമ്മൾ ഫുഡ് നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ തൂക്കമൊന്നും വരില്ല കേട്ടോ. പിന്നെ പുല്ലൊക്കെ അരിഞ്ഞു കൊടുക്കലുണ്ട്. മുരിങ്ങൻ്റെ ഇല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇല്ല, എവിടെ പോയി കൊണ്ടുവരണം. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം വാഴൻ്റെ ഇല തന്നെയാണ് ഇവൽക്കും കൊടുക്കൽ. നമ്മളെല്ലാ ബാച്ചിനും അധികം നമ്മൾ വാഴൻ്റെ ഇല തന്നെയാണ് കൊടുക്കലുള്ളത് കേട്ടോ. പിന്നെ വാഴൻ്റെ തട്ടയും കൊടുക്കലുണ്ട്. പിന്നെ ഇപ്പോൾ ലേശം ചെറിയ കോഴിക്കുട്ടിയൊക്കെ നമ്മൾ കൊടുക്കണം എങ്ങനെയാ വെച്ചാൽ ഇത് പുട്ടാണ്, രാവിലെ ബാക്കിയുള്ള പുട്ടാണ്. ഇത് പുട്ടിൻ്റെ കടല മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താട്ടോ. കടല നമ്മൾ ഒരിക്കലും അച്ചൽക്ക് കൊടുക്കരുത്, ദഹനക്കേട് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ വെല്ലുള്ളി മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്താട്ടോ. വെല്ലുള്ളി ഇപ്പോൾ ഭയങ്കര വിലയാണ്, കിലോന് 60 ഉറുപ്പ്യാണ്. പക്ഷേ ഇത് ലേശം വെല്ലുള്ളി ഉള്ളൂ ഉണ്ടാവും, അതിൻ്റെ പകുതിയേ ഉള്ളത്, പകുതി വെല്ലുള്ളി ഉള്ളത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ കൊടുത്താൽ ഈ കോഴിക്കുട്ടിക്ക് തൂക്കം വരുന്ന പ്രശ്നവും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കോഴിക്കുട്ടിയെ കൊടുത്തു നോക്കാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ കൊടുത്താൽ ഏറ്റവും നല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ച് മക്കൾക്കാട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഫുഡ് കൊടുത്തത്. ഇത് എന്ന് പറഞ്ഞാൽ 2 ബാച്ച് മക്കളാണ്, കണ്ടില്ലേ. 3 എണ്ണം വലുപ്പമുള്ളതും 3 എണ്ണം ചെറുതുമാണ്. അതെങ്ങനെ അങ്ങനെ ആയിപ്പോയി വെച്ചാൽ നമ്മൾ ഒരു അമ്മക്കോയി 5 മക്കളും കൂടി ഒരാളെടുത്ത് എടുത്തിന്. അതിൽ 2 കുട്ടികൾ ചത്തുപോയി. അപ്പോൾ 3 മക്കൾ അതിലുള്ള കേട്ടോ, പുറത്തുനിന്ന് എടുത്താണ്. പിന്നെ 3 എണ്ണം നമ്മളിവിടുത്തെ കുട്ടികളാണ്. ആ അമ്മക്കോയ്ക്കാകെ 3 കുട്ടികളെ തന്നെ കിട്ടിയിട്ടുള്ളൂ. അതിലിതാ ഈ ചാര കണ്ടോ, ഈ ചാര ഓടി കളിക്കുന്ന കുട്ടി. അപ്പോൾ അതിനൊക്കെ ചിറക് താത്തി നിൽക്കണ സൂക്കടക്കണേ നമ്മൾ മരുന്ന് കൊടുത്ത് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഈ കോഴിക്കുട്ടികൾ ചിറക് താത്തി നിൽക്കുന്നുണ്ട്, തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒന്ന് അവരെ പിടിച്ചു നോക്കുക കേട്ടോ. വെയിറ്റ് കുറവുണ്ടോ, നെഞ്ചുഭാഗം ഉണങ്ങി നിൽക്കുന്നുണ്ടോ, കാല് മെലിഞ്ഞ് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മേല് കൊഴുപ്പേൻ്റെ കാര്യം എന്തുണ്ടോ നോക്കുക. പിന്നെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ബാക്ക് ഭാഗമാണ്. ബാക്ക് ഭാഗം കോഴിക്കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു സൂക്കടാണത്. അപ്പോൾ ബാക്ക് ഭാഗത്ത് കാഷ്ടൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ഒരു നഞ്ഞ തുണിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചിനീര് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് വായിൽ ഫില്ലറിൽ എത്തിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലിക്സൺ പൗഡർ കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ ആ ദഹനക്കേടിൻ്റെ പ്രശ്നമൊക്കെ മാറും കേട്ടോ. പിന്നെ ദഹനക്കേട് മാറുന്ന വരെ സ്റ്റാർട്ടർ മാത്രം കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഞാനിവർക്ക് ഇപ്പോൾ എല്ലാം കൊടുക്കും കേട്ടോ. ഈ കുട്ടികൾക്ക് ഏകദേശം ഒരാഴ്ച അല്ല, ഒരു 10 ദിവസത്തിൻ്റെ മേലെ അയക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ എല്ലാം കൊടുക്കും. വലുതും ചെറുതും കൂടി മിക്സാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല, എല്ലാ തീറ്റയും കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കോഴിക്കുട്ടിൽ തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം എല്ലാ ഭാഗവും ഒന്ന് ചെക്ക് ചെയ്യാം. മൂട് ചെയ്യൽ അല്ല, അത് ശരിക്കും ദഹനക്കേട് വന്നിട്ടാണ് കാട്ടോട്ടി പിടിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, എഞ്ചിനീയർ തന്നെ കൊടുത്താൽ മതി. പിന്നെ നല്ല മക്കളെ കിട്ടണമെങ്കിൽ നമ്മൾ തീറ്റ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പാരന്റ് സ്റ്റോക്ക് എപ്പോഴും നല്ലതായിരിക്കണം. എന്നാൽ മാത്രമേ നല്ല കുട്ടികളെ ഇറങ്ങുള്ളൂ കേട്ടോ. അതായത് ക്രോസൊന്നും അല്ലാത്ത തനി നാടൻ പ്യുവർ നാടൻ പെടയും നാടൻ പൂവനും നല്ല ആരോഗ്യമുള്ള പൂവനും ആരോഗ്യമുള്ള പെടയാണെങ്കിൽ നമുക്ക് നല്ല മക്കളെ കിട്ടും കേട്ടോ. നല്ല ആരോഗ്യമുള്ള പ്രതിരോധ ശക്തിയുള്ള നല്ല മക്കളെ തന്നെ കിട്ടും, അതിലൊരു സംശയവും വേണ്ട. അപ്പം നമ്മൾ ഒരിക്കൽ എന്താ പറയുക, ഇങ്ങനെ പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കണ്ട, അല്ലാണ്ട് തന്നെ ആ മക്കൾ വലുതാവും ചെയ്യും, നല്ല ആരോഗ്യം ഉണ്ടാവും. പാരന്റ് സ്റ്റോക്ക് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല നോക്കി സെലക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ.
പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇനി ഇതുവരെ ആരും ചെയ്യാത്തൊരു പുതിയ കണ്ടൻറ്റായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ.